എക്സാമിന് ഡി ഡ്രൈവിൽ ഒരു ഫോൾഡറും കാണില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഡി ഡ്രൈവിൽ പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ റീനെയിം ചെയ്യുക, എക്സാമെന്നോ അങ്ങനെ എന്തെങ്കിലും പേര് കൊടുക്കുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക, യെസ് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിൽ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം, അതിൽ ന്യൂ, മുമ്പ് വല്ല പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ബ്രൗസ് ചെയ്യുക. ബ്രൗസ് ചെയ്യുമ്പം നമ്മൾ ഇപ്പോൾ മുമ്പ് ഡി ഡ്രൈവിൽ ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഫോൾഡറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഡി ഡ്രൈവിൽ നമ്മുടെ ഫോൾഡർ എക്സാം എന്ന് പറഞ്ഞ ഫോൾഡർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഫയലിന് നെയിം കൊടുക്കണം. അതായത് നമ്മൾ പ്രൊജക്റ്റിനാണ് പേര് കൊടുക്കണേ. സ്റ്റെപ്പർ എന്ന് പറഞ്ഞ് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇനി അസംബ്ലർ ഫയൽ വേണം. അതിനുവേണ്ടി ഫയലിൽ ന്യൂ അസംബ്ലർ ഫയൽസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് സേവ് ചെയ്യണം. ഫയലിൽ സേവ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡി ഡ്രൈവിൽ ഏത് ഫോൾഡറാണോ ക്രിയേറ്റ് ചെയ്തേക്കണേ ആ ഫോൾഡർ സെലക്ട് ചെയ്യണം. എക്സാം എന്ന് പറഞ്ഞൊരു ഫോൾഡർ നമ്മൾ ഉണ്ടാക്കിയിരിക്കണേ. എന്നിട്ട് നമ്മൾ പ്രൊജക്റ്റിന് എന്ത് പേരാണോ കൊടുത്താൽ ആ സെയിം പേര് തന്നെ കൊടുക്കാൻ നോക്കുക. അപ്പോൾ കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ നമ്മൾ സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കണ ഈ ഫയൽ പ്രൊജക്റ്റിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ പ്രൊജക്റ്റിലോട്ട് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ എക്സ്റ്റൻഷൻ നോക്കുക, ഫയലിൻ്റെ .a51 ആണോ എന്ന്. അതിനുശേഷം പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് നോട്ട് സോഴ്സ് ഓർ ആപ്ലിക്കേഷൻ, അതിൽ എക്സാം എന്ന് പറഞ്ഞ ഫോൾഡറിൽ നമ്മൾ നേരത്തെ സേവ് ചെയ്ത സ്റ്റെപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള അസംബ്ലർ ഫയൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബിൽഡ് ഓൾ കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കാണിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ആവും. അതിനുശേഷം ഇത് മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ഇൻ്റർഫേസിങ്ങിന് വേണ്ടി വേറെ 2 ഫയൽസും കൂടി നമ്മുടെ എക്സാം എന്ന് പറഞ്ഞ ഫോൾഡറിലോട്ട് കോപ്പി ചെയ്യാനുണ്ട്. അതിന് വേണ്ടി 51 ടൂൾസ് എന്ന് പറഞ്ഞ ഫോൾഡർ പോവുക. അതിൽ കാണുന്ന 2 ഫയൽസ് കോപ്പി ചെയ്തിട്ട് അത് നമ്മുടെ എക്സാം എന്ന് പറഞ്ഞ ഫോൾഡറിലോട്ട് പേസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇൻ്റർഫേസിങ്ങിന് വേണ്ടിയിട്ടുള്ള ആസ്കിയിലേക്ക് നമ്മുടെ ബൈനറിനെ ആസ്കിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹെക്സ് ഫയലിലായിരിക്കും. ആ ഹെക്സ് ഫയലിനെ നമുക്ക് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഡോസ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ ഡോസ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യാം. ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിൽ D: ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തു. എന്നിട്ട് CD സ്പേസ് എന്താണോ നമ്മൾ നമ്മുടെ ഫോൾഡറിന് പേര് കൊടുത്തിരിക്കുന്നത് അത് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ എക്സാം എന്നാണ് കൊടുത്തേക്കണേ. എക്സാം എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം DC എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കാം. എന്നിട്ട് യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഡൗൺ ഏരോയിൽ പോയാൽ മതി. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന ഹെക്സ് ടു ബൈനറി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം, എൻ്റർ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സോഴ്സ് ഫയലിൻ്റെ പേരെന്തായിരുന്നു? നമ്മൾ സ്റ്റെപ്പർ എന്നായിരുന്നു നമ്മുടെ ഫയലിൽ പേര് കൊടുത്തത്. സ്റ്റെപ്പർ ഡോട്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ എന്താ വരിക? ഹെക്സ് എന്നായിരിക്കും. അപ്പോൾ ഹെക്സ് എന്ന് ടൈപ്പ് കൊടുക്കുക. അതായത് സ്റ്റെപ്പർ .hex ആണ് നമ്മുടെ സോഴ്സ് ഫയൽ. അതിനെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി സ്റ്റെപ്പർ ഡോട്ട് ബൈനറിയുടെ ബിന്ന്, എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഇത് ക്ലോസ് ചെയ്ത് കളയാം. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡി ഡ്രൈവ് ഓപ്പൺ ചെയ്യാം. അതിൽ bin to ASCII .x എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ കാണും. അതായത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത 2 ഫയലിൽ ഒരു ഫയലാണ് bin to ASCII എന്ന് പറഞ്ഞൊരു ഫയൽ. അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സോഴ്സ് ഫയൽ ബ്രൗസ് ചെയ്തെടുക്കുക. അവിടെ സോഴ്സ് ഫയൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ബൈനറി ഫയൽ അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. നമ്മുടെ എക്സാം എന്ന് പറഞ്ഞ ഫോൾഡറിൽ സ്റ്റെപ്പർ.bin അത് സെലക്ട് ചെയ്തതിന് ശേഷം ഡെസ്റ്റിനേഷൻ ഫയൽ ഇവിടെ ഓൾറെഡി ഓപ്പൺ ചെയ്ത് കിടക്കുന്നുണ്ടാവും. ബട്ട് ഇവിടെ നമുക്ക് എക്സ്റ്റൻഷൻ ചേഞ്ച് ചെയ്യണം. നമ്മുടെ ഡെസ്റ്റിനേഷൻ ASCIIലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബിൻ എന്നുള്ളത് ബാക്ക് സ്പേസ് ചെയ്ത് കളഞ്ഞിട്ട് ASC എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുക, ക്വിറ്റ് ചെയ്യാം. ക്വിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ASCII ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിളായിരിക്കും ASCII ഫയലിന്. അപ്പോൾ അത് വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താം. ഇനി നമുക്ക് ഇൻ്റർഫേസിംഗ് ആണ്. ഇൻ്റർഫേസിങ്ങിന് വേണ്ടി നമ്മുടെ 8051 മൈക്രോ കൺട്രോളർ കിറ്റിലേക്ക് നമ്മുടെ സീരിയൽ പോർട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് സ്റ്റെപ്പർ മോട്ടറും മൈക്രോ കൺട്രോളർ കിറ്റിലോട്ട് കണക്ട് ചെയ്യുക. ഇൻ്റർഫേസിങ്ങിന് വേണ്ടി വിൻഎക്സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. അതിൽ ഓപ്പൺ പോർട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മൈക്രോ കൺട്രോളർ കിറ്റ് റീസെറ്റ് ചെയ്തിട്ട് SM എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവും. അതിൽ ബ്രൗസ് ചെയ്തിട്ട് നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ASCII ഫയൽ, ആ ട്രാൻസിസ്റ്ററിന് സിമ്പിളുള്ള ഫയൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് വീണ്ടും റീസെറ്റ് ഞെക്കുക. എന്നിട്ട് PI സ്പേസ് 4100 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. എന്നിട്ട്
ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇപ്പോൾ കിറ്റിലോട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. ഇനി നമ്മുടെ ഡൗൺലോഡായ പ്രോഗ്രാം കാണാൻ വേണ്ടി എൻ്റർ ഒറിജിൻ 4100 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ ഡൗൺലോഡ് ആയിരിക്കുന്ന പ്രോഗ്രാം കാണാൻ പറ്റും. എന്നിട്ട് ഇത് റീസെറ്റ് ചെയ്തിട്ട് SP സ്പേസ് 4500 എന്ന് ടൈപ്പ് ചെയ്യാം. ഈ 4500 എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സായിരിക്കും. അത് ടൈപ്പ് ചെയ്തതിന് ശേഷം സ്റ്റെപ്പർ മോട്ടർ ക്ലോക്ക് വൈസ് ഡിറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാല്യൂസ്, അതായത് 09, 05, 06, 0A ഇത് ഓരോ വാല്യൂസ് നമുക്ക് ഇത് കിറ്റിലോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. 09 ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. അതുപോലെ 05 എൻ്റർ ചെയ്തു, 06 എൻ്റർ ചെയ്തു, 0A എൻ്റർ ചെയ്തു. ഇങ്ങനെ ഓരോ വാല്യൂസും എൻ്റർ ചെയ്തതിന് ശേഷം കിറ്റ് റീസെറ്റ് ചെയ്യണം. റീസെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഗോ സ്പേസ് 4100 എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ആവും. അങ്ങനെ നമുക്ക് നമ്മുടെ സ്റ്റെപ്പർ മോട്ടർ ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള വാല്യൂസ്, അതായത് 0A, 06, 05, 09 ഇതൊക്കെ കിറ്റ് റീസെറ്റ് ചെയ്തതിന് ശേഷം ഈ വാല്യൂസ് എല്ലാതും എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് റീസെറ്റ് ചെയ്ത് വീണ്ടും ഗോ സ്പേസ് 4100 എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ സ്റ്റെപ്പർ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും.